അല്ല ഭയങ്കര ശിക്ഷയാണ് ഇതൊക്കെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി. മതം മാറുന്നവനെ കൊല്ലണമെന്നുണ്ട്. മതം മാറുന്നവനെ കൊല്ലണം. ഈ കാമിതിയും ഈ പറഞ്ഞ ആരിഫൊക്കെ നെഞ്ചും തള്ളി കുണ്ടിയും കുലുക്കിപ്പിലൊക്കെ നടക്കുന്നില്ല. ഇതിൽ ആരെങ്കിലും കൊന്നോ? എത്ര എക്സ് മുസ്ലിം എന്നും പേര് വെച്ചിട്ട് എത്ര നായിൻ്റെ മക്കൾ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്? ആരെങ്കിലും മുസ്ലിങ്ങൾ കൊന്നോ? പിന്നെ നീ ഏത് കൊല്ലുന്ന കണക്കാടാ പറയുന്നത്? ചെറ്റ വർത്താനം പറയരുത് സുനിൽ. എനിക്കൊരു സംശയം, ഈ മതം മാറ്റമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. ഹിന്ദുക്കളെയാണ് മതം മാറ്റുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ആരും മതം മാറ്റാത്തത്? എന്തുകൊണ്ടാണ്? അപ്പം ഇതാണ് ഈ നമ്മുടെ രണ്ട് കണാരന്മാരും കൂടി സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ മാത്രം മതം മാറ്റുന്നത്, മുസ്ലിങ്ങൾ ആരും എന്താ മതം മാറ്റാത്തത് എന്നുള്ള വലിയൊരു ചോദ്യമാണ് നമ്മുടെ ഈ രണ്ട് കണാരന്മാരും മുന്നോട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മതം മാറിപ്പോവാത്തത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മതം മാറിപ്പോവാതെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ മതം മാറ്റുന്നത് എന്നുള്ളത്? അതിന് ഇവർ കണ്ടെത്തുന്ന ഉത്തരം എന്താണെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഉത്തരം പറയാം. ഒന്ന്, അവർ വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കും. മതം മാറുന്നവർ ചിലപ്പോൾ മാറിയെന്ന് വരും, ബട്ട് അതിൻ്റെ കോൺസിക്വൻസസ് അതിഭീകരമായിരിക്കും. അപ്പോൾ ഒന്ന് മിസ്റ്റർ വെറയൻ, താങ്കൾ എന്താ പറഞ്ഞത്? അതിൻ്റെ കോൺസിക്വൻസ് അധികമായിരിക്കുന്നു അല്ലേ? ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ഈ ലവ് ജിഹാദ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാലും ഒരു മുസ്ലിം പെണ്ണ് ഒരു ഹിന്ദു ചെക്കൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെണ്ണ് ക്രിസ്ത്യാനിയുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് എത്ര പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്? എവിടെ ഉണ്ടാവാറില്ല. പോകുന്നവർ പോണ വഴിക്ക് പോട്ടെ എന്നേ വിചാരിക്കാറുള്ളൂ. അതിന് പകരം എന്നിട്ട് അവർ മതം മാറ്റുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നേരെ തിരിച്ച് ഒന്നും വേണ്ട. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നീ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നീയൊക്കെ ഛത്തീസ്ഗഡിൽ നടക്കുന്ന എന്താണ്? മതം മാറ്റത്തിൻ്റെ പേരിൽ ആളുകളെ അടിച്ചു കൊല്ലുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലത്തെ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കന്യാസ്ത്രീകളെയും അടിക്കുന്നതും കൊല്ലുന്നതും എത്ര കേസുകളാണെന്നറിയോ? 2014 വരെ വെറും 300ഓളം കേസുള്ള സ്ഥാനത്ത് ഇപ്പം 850 ഈ കൊല്ലത്തിലാട്ടോ ഞാൻ പറയുന്നത്, കൊല്ലത്തിൽ 800 കേസുകളൊക്കെയാണ് മതം മാറ്റത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് നിൻ്റെ ഒക്കെ തലതൊട്ടനൊപ്പനായിട്ടുള്ള താടിയുടെ പാർട്ടി ഭരിക്കുന്ന, അല്ലെങ്കിൽ നിൻ്റെ ഒക്കെ ഉണ്ണാക്കൻ പാർട്ടി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്ത്യാനികൾക്കെതിരെ മതം മാറ്റത്തിൻ്റെ പേരിൽ എത്ര ക്രൂരമായിട്ട് അച്ഛൻ്റെമ്മമാരെ അടിച്ചു തകർക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കോൺസിക്വൻസ് ആരെ മതം മാറ്റുമ്പോഴാണ്? നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുസ്ലിം ഒരു പെണ്ണോ ചെക്കനോ മതം മാറിയ കാരണം കൊണ്ട് അവന്മാർ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ അടിച്ചു, ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിന് അടിച്ചു, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സിസ്റ്റേഴ്സിന് അടിച്ചു എന്ന് എവിടെയെങ്കിലും ന്യൂസ് ഉണ്ടോ? ഇല്ല. അതിന് പകരം വെറുതെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി ഹിന്ദുക്കളെ മതം മാറ്റിയ പേരിൽ എത്ര കേസുകൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഏത് കോൺസിക്വൻസിൻ്റെ കാര്യമാണ് പറയാ നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കുഴിയിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാലും വായിക്കൂടെ 4 ചെറ്റ വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ അതിന് നീ തന്നെ ഇറങ്ങി വരണം. അതെ, സംഖ്യകളുടെ ദൈവമായിട്ടുള്ള നിന്നെ കൊണ്ട് തന്നെ അത് പറ്റുള്ളൂ. അതിൽ ബാക്കിയുടെ കേട്ടു നമ്മൾ. വയലൻസ് മാത്രമല്ല, മുസ്ലിങ്ങളെ മതം മാറ്റാനും പ്രയാസമാണ്. കാരണം അവരുടെ ദൈവം ഒരു വല്ലാത്ത ദൈവമായിട്ടാണ് ഭയങ്കര ശിക്ഷയാണ് ഇതൊക്കെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി. മതം മാറുന്നവനെ കൊല്ലണമെന്നുണ്ട്. മതം മാറുന്നവനെ പിന്നെ അവൻ്റെ തന്തയാണല്ലോ മതം മാറുന്നവനെ കൊല്ലണം എന്നും ഇസ്ലാമിൽ എഴുതി ചേർത്തിട്ടുള്ളത്. എടാ, നീയൊക്കെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നാട്ടിലെ എച്ചിലുകൾ പറയുന്ന കണക്കെടുത്തിട്ട് എത്ര മതം മാറിയവരെ കൊന്ന കണക്കുണ്ടടാ സുനിലെ നിൻ്റെ വീട്ടിൽ, അല്ലെ നിൻ്റെ കയ്യിൽ? മുസ്ലിം എന്ന് മതം മാറിപ്പോയ ആൾക്കാർ, അല്ലെ മതം മാറി ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവോ ആയി തീർന്നിട്ടുള്ള മുസ്ലിങ്ങളെ എത്ര പേരെ കൊന്ന കണക്ക് സുനിലിന് എടുത്തു വെക്കാൻ പറ്റും? ചെറ്റ വർത്താനം പറയാൻ നിൽക്കരുത്. അതിന് പകരം നമ്മളിപ്പം ഈ ഒരു ഹിന്ദു മതം മാറി, അല്ലെങ്കിൽ ഹിന്ദു ഒരാൾ മതം മാറി ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാലോ മുസ്ലിമിലോട്ട് പോയി കഴിഞ്ഞാലോ കൊന്നതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാലോ 100 കണക്കുകളുണ്ട്, ഇഷ്ടം പോലെ കണക്കുണ്ട്. തിരിച്ചൊരു കണക്ക് കാണിച്ചു തരാൻ സുനിലെ നിന്നെക്കൊണ്ട് പറ്റില്ല. നിന്നെക്കൊണ്ട് പറ്റും. പശുനക്കിത്തലേ നീയൊക്കെ കിടന്നിട്ട് ഇതുപോലത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും, ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിക്കാൻ നിൻ്റെയൊക്കെ പറ്റും. അതിനല്ലാണ്ട് നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. കുറച്ച് മുമ്പ് നിനക്ക് ഓർമ്മ ഉണ്ടോ? അതായത് ഈ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നീ ഒരു വീഡിയോ ചെയ്തിരുന്നു.
നിന്നെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കാന്നല്ലാണ്ട് നിന്നെ കൊണ്ടൊന്നും വീട്ടിൽ നിന്ന് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റാഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവം പിടിച്ചിങ്ങനെ വന്നിട്ട് നീ ആധികാരികമായിട്ട് സംസാരിക്കും സുനിൽ. അതിനപ്പുറത്തോട്ടുള്ള ഒരു കോണം നിനക്കൊന്നും ഇല്ല എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കണം. ഇനി ഞാനൊരു ന്യൂസ് ഇട്ടുതരാം നിനക്ക് കേട്ടോ. ആ ന്യൂസ് ഒന്ന് കേട്ട് നോക്ക് നീ. തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല. തിരുനെൽവേലി സ്വദേശി IT പ്രൊഫഷണലിനെ വെട്ടിക്കൊന്നു. ദളിത് വിഭാഗക്കാരനായ കെവിൻ കുമാറാണ് മരിച്ചത്. പോലീസ് ദമ്പതികളുടെ മകളുമായുള്ള പ്രണയത്തെ ചൊല്ലിയാണ് കൊല. പെൺകുട്ടിയുടെ സഹോദരൻ സുർജിത്തും സഹായിയുമാണ് കൊലപ്പെടുത്തിയത്. തിരുനെൽവേലി KTC നഗറിലാണ് നടക്കുന്ന ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. 25-കാരനായ കെവിൻ കുമാർ ചെന്നൈയിലെ ഒരു പ്രമുഖ IT കമ്പനിയിൽ ജീവനക്കാരനാണ്. പ്രതിമാസം 2 ലക്ഷം രൂപയിലധികം ശമ്പളം ലഭിക്കുന്ന ഒരു ജീവനക്കാരൻ കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർണ്ണ മെഡലുമായാണ് ഇദ്ദേഹം എഞ്ചിനീയറിംഗ് പഠനമൊക്കെ പൂർത്തിയാക്കിയത്. ഈ കെവിൻ കുമാർ സ്കൂൾ പഠനകാലം മുതൽ തന്നെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും തമിഴ്നാട് പോലീസിൽ സബ് ഇൻസ്പെക്ടർമാരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുമായുള്ള സുനിൽ, ഈ ന്യൂസ് എന്തിനായിട്ടതെന്ന് അറിയോ? സുനിൽ കാര്യം മനസ്സിലാക്കണം. ആ പ്രേമിച്ചവൻ ഒരു ദളിതനായതുകൊണ്ടാണ് ഈ ദുരഭിമാന കൊല അവിടെ നടന്നത്. ആ പ്രേമിച്ചവൻ ഒരു മുന്തിയ ജാതിയിലുള്ള വല്ല ബ്രാഹ്മണനോ അല്ലെങ്കിൽ അവരെ നാട്ടിലെ ജാതി ഏതാണോ മുന്തിയ ജാതിയിലുള്ള ഒരുത്തണം കൊല്ലൂലായിരുന്നു. അവർ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. കാരണം ഇപ്പം കല്യാണം കഴിപ്പിച്ചു കൊടുത്ത എന്താ പ്രശ്നം? അവൻ്റെ ജാതിയിലോട്ട് പോകും, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പിള്ളേർക്ക് ആ ജാതി വരും എന്നുള്ള പേടിയിലാണ് കൊന്നു കളഞ്ഞത്. അപ്പം ഇവിടെ ജാതിക്ക് വരെ പേര് പറഞ്ഞ് ജാതിക്ക് വരെ കണക്ക് പറഞ്ഞ് കൊല്ലുന്നവൻ നിൻ്റെ ഒക്കെ കൂട്ടത്തിലാണുള്ളത്. അല്ലാണ്ട് മുസ്ലിങ്ങൾ അവർ മതം വിട്ടുപോയി, ജാതി മാറിപ്പോയി, മതം മാറിപ്പോയി നമ്മൾ ആരും കൊല്ലാൻ നിൽക്കാറില്ല. ഈ പേരും പറഞ്ഞിട്ട് ഇതൊരു ജസ്റ്റ് ഒരു 100 കണക്കിൽ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ അമ്പലത്തിൽ കയറി, അതായത് ബ്രാഹ്മണന്മാരുടെ അമ്പലത്തിൽ കയറി, ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ മുന്തിയ ജാതി, നീ ഏത് തരം തട്ട ജാതിയാന്ന് എനിക്കറിയില്ല, മുന്തിയ ജാതി ആൾക്കാർ യൂസ് ചെയ്യണ പറമ്പ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ വെള്ളം കോരി, കിണറ്റിലെ വെള്ളം കോരി എന്നും പറഞ്ഞ് കൊന്നൊടുക്കിയതിൻ്റെ ദളിതരെ കൊന്നിട്ടും തല്ലിയിട്ടും ചതച്ചിട്ടും കൊന്നൊടുക്കിയതിൻ്റെ കണക്കുകൾ വെറുതെ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് വെക്കലുണ്ട്. 100 കണക്കാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഈ ഒരു പ്രശ്നം? ജാതി മാറി, അല്ലെങ്കിൽ മുജാഹിദിലുള്ളവൻ ജമായത്തിൻ്റെ കക്കൂസിൽ കയറി, അല്ലെങ്കിൽ ജമായത്തിൻ്റെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു, അല്ലെങ്കിൽ മുജാഹിദിൻ്റെ പള്ളിയിൽ നിസ്കരിച്ചു എന്നും പറഞ്ഞ് സുന്നി മുജാഹിദ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എവിടെ ഉണ്ടാവില്ല. കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നീ മുസ്ലിം എന്ന് ഒരുത്ത മതം മാറി അങ്ങോട്ട് പോയി. നീ തന്നെ പലവട്ടം നിൻ്റെ ഒക്കെ ചാനലിൽ കുത്തിയിരിപ്പിക്കുന്ന എച്ചിലുകൾ എത്ര എണ്ണുണ്ട്? ഹാർപ്പിക്കിനെ പോലത്തെ, ജാമി കാമിതനെ പോലത്തെ എത്ര എണ്ണത്തിനെ നീയൊക്കെ നിന്റെ ചാനലിൽ കൊണ്ട് കുത്തിയിരുന്നിട്ട് മതം മാറ്റം മാത്രമല്ല, മതം മാറി ആ മതത്തിനെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച്, ആ മതത്തിൻ്റെ പ്രവാചകനെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച്, ആ മതത്തിൻ്റെ ദൈവത്തിനെ വളരെ മോശമായി സംസാരിച്ചിട്ട് ഇപ്പോഴും നെഞ്ചും തള്ളി കുണ്ടിയും കുലുക്കി നടക്കുന്നില്ല ഈ പറഞ്ഞവന്മാരൊക്കെ. ഈ കാമിതിയും ഈ പറഞ്ഞ ആരിഫൊക്കെ നെഞ്ചും തള്ളി കുണ്ടിയും കുലുക്കി ഇതിലൊക്കെ നടക്കുന്നില്ല. ഇതിൽ ആരെങ്കിലും കൊന്നോ? എത്ര എക്സ് മുസ്ലിം എന്നും പേര് വെച്ചിട്ട് എത്ര നായിൻ്റെ മക്കൾ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്? ആരെങ്കിലും മുസ്ലിങ്ങൾ കൊന്നോ? പിന്നെ നീ ഏത് കൊല്ലുന്ന കണക്കാടാ പറയുന്നത്? ചെറ്റ വർത്താനം പറയരുത് സുനിൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 100 കേസുകൾ നിനക്ക് കാണിച്ചു തരാനുണ്ടാവും. മാത്രമല്ല അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ്. മരണശേഷം മതം മാറിയവനെ ഇവർ കൊന്നു കഴിഞ്ഞിട്ടാണല്ലോ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ്. അതാടാ ദൈവഭക്തി, ദൈവഭയം എന്നൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് ജയ ശ്രീരാം എന്ന് പറഞ്ഞ സ്ലോഗനം വിളിച്ചിട്ട് ആളെ കൊന്ന്, അല്ലെ ബീഫ് കാണുമ്പോഴേക്കും, ബീഫിൻ്റെ ഇറച്ചി കാണുമ്പോഴേക്കും, അതല്ലെങ്കിൽ ഒരു അമ്പലം, ഒരു പള്ളി കാണുമ്പോഴേക്കും അവിടെ പോയി ജയ ശ്രീരാം എന്നുള്ള കള്ള സ്ലോഗനം വിളിച്ചിട്ട് ആളെ കൊല്ലുന്നതാണോടാ ദൈവഭക്തി, ദൈവഭയം എന്നൊക്കെ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്ന മതത്തിനെതിരെ ഞാൻ എന്തെങ്കിലും സംസാരിച്ച്, ഞാൻ എന്തെങ്കിലും മോശമായി ചെയ്ത്, അല്ലെ എൻ്റെ മതത്തിൽ നല്ലത് പഠിപ്പിച്ച് അതിനെതിരെ ഞാൻ സംസാരിച്ച് ജീവിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ദൈവശിക്ഷ കിട്ടും, അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടും എന്നുണ്ടെങ്കിൽ അത് ആ മതത്തിൻ്റെ കൊണാടടാ. ആ കൊണ ഇല്ലാതായതുകൊണ്ടാണ് നീയൊക്കെ, അല്ലെ നിന്റെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ വാനര സേനകളും ജയശ്രീരാം വരെ വിളിച്ചിട്ട് ഈ നാട്ടിലെ ആൾക്കാരെ കൊല്ലുന്നത്. ഇന്ന് ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ ഇന്നത്തെ ഈ ഛത്തീസ്ഗഡിൽ ആ 2 സിസ്റ്റേഴ്സിൻ്റെ കോടതിയുടെ വളപ്പിൽ പോയിട്ട് ബജ്രംഗദൾ എന്ന് പറഞ്ഞ വാനരസേന അവിടെ പോയിട്ട് ഇവർക്കെതിരെ സംസാരിക്കുന്നിടത്ത് ഒരു 100 ജയശ്രീരാം വിളിച്ചു. ഈ ജയശ്രീരാം എന്ന് പറഞ്ഞ ആളെ കൊല്ലാനുള്ള ഒരു സ്ലോഗൻ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് നിന്റെ ഒക്കെ കാപ്പിരി സേന. എന്നിട്ട് നീ ഇവിടെ കിടന്നിട്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ മതം മാറില്ല. സത്യമാണ്, അള്ളാഹുവിനെ പേടിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ ദൈവത്തിൽ, അല്ലെങ്കിൽ ആ മതത്തിൽ പേടിയുള്ളത് കൊണ്ടാണ് ഇവർ മതം മാറാത്തത്. അതെന്തേ കൊണവാല എനിക്ക് മനസ്സിലാവുന്നില്ലേ? പിന്നൊക്കെ നീയൊക്കെ എന്ത് ഭക്തിയുടെ, അല്ലെങ്കിൽ നീയൊക്കെ എന്ത് ഭക്തി, എന്ത് സംഭവമാണ് മുറുകെ പിടിച്ച് കൊണ്ട് നടക്കുന്നത്? നീയൊക്കെ കൊണ്ട് നടക്കുന്ന ആളെ തല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അല്ലാണ്ട് ഒരു ഭക്തി, ഒരു മണ്ണാങ്കട്ടി നിൻ്റെ ഉള്ളിലില്ല. കുറെ വർഗീയ തീട്ടങ്ങൾ ഇറങ്ങിക്കൊള്ളും അതിൽ വർത്താനം പറയാനുള്ളത് കഴിയുന്നില്ല കേക്ക്. ഈ രീതിയിലൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതേസമയം ഹിന്ദുക്കളിൽ ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ
ശിവനോ വിഷ്ണുവോ ഒന്നും നിങ്ങളുടെ പിന്നാലെ വരാൻ പോകുന്നില്ല. അതില്ല, ഹിന്ദുക്കളിൽ ആരെങ്കിലും നിങ്ങൾ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ ശിവനും മറ്റേ വിഷ്ണുവും പിന്നാലെ വരില്ല. ബജ്രംഗതകൾ വരും, വാനരസേന വരും, RSSകാർ വരും, BJPക്കാർ വരും. ഇങ്ങനത്തെ കുറേ വാനരന്മാർ വന്നിട്ടേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുള്ളൂ. ദൈവം ഒന്നും പിന്നാലെ വരാൻ പോകുന്നില്ല, അത് ഒരു മതത്തിലും വരാൻ പോകുന്നില്ല. പക്ഷേ ഇവനൊക്കെ കുത്തിത്തിരിച്ച് കൊണ്ടുവരുന്ന കുറേ വാനര പടയാളികൾ നിങ്ങളൊക്കെ വന്ന് കൊല്ലുകയും ജയിലിലാക്കി NIA കോടതിയിലോട്ട് വിടുകയും എല്ലാ ചട്ടത്തരങ്ങളും ചെയ്യും. അത് അറിയാണ്ടാണെങ്കിലും നമ്മുടെ വെറൈൻ്റെ വായിന്ന് അത് പുറത്തോട്ട് ചാടിയിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നെ. മറ്റ് ഹിന്ദുക്കളും വരില്ല, അമ്പലക്കം പറ്റി വെട്ടാനും വരത്തില്ല, ആരും ചോദിക്കാനില്ല. സോഫ്റ്റ് ടാർഗറ്റാണ്, അതാണ് എളുപ്പം. അതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഈ ഐകണ്ട സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ 1960 മതം മാറ്റത്തിന്റെ പേരിലെ ഹിന്ദുക്കളും ഈ പറഞ്ഞ അമ്പല കമ്മിറ്റിയും ഈ പറഞ്ഞ ശിവനും വിഷ്ണു ഒന്നും വേണ്ടതാ. ഇതുപോലത്തെ കുറേ എണ്ണുണ്ട് ഈ നമ്മുടെ നാട് മൊത്തത്തിലുണ്ട്. അറിയാണ്ടാണെങ്കിൽ നീ ഒന്ന് അവിടെ ഈ മസാല ഇട്ട് ഇങ്ങനെ ഇളക്കാൻ നോക്കിയ സമയത്ത് നിന്റെ തന്നെ കുണ്ടിയിൽ മസാല വെച്ച അവസ്ഥയിലായിപ്പോൾ ഇപ്പോൾ ഈ ന്യൂസും കാര്യങ്ങളും വരുന്നത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ രണ്ട് എന്താ പറയുക കണാരന്മാരും കൂടെ സംസാരിക്കില്ലേ, നിങ്ങളുടെ ജാതി വ്യവസ്ഥയില്ലേ, അത് പണ്ട് മുതലേ പോയി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിൻ്റെ ഒക്കെ മേൽജാതി കീഴ്ജാതി എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് നിൻ്റെ ഒക്കെ നാട്ടിൽ ഏറ്റവും താഴ്ന്ന ജാതിക്കാർ ഈ പറഞ്ഞ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലോട്ട് ഒരു കേരളം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ താഴ്ന്ന ജാതിക്കാരെ തെരഞ്ഞു പിടിച്ച് അടിക്കുന്നതും കുത്തുന്നതും കൊല്ലുന്നതും അവർ ഈ പറഞ്ഞ മേൽജാതിയിൽ ആരെങ്കിലും ആയിട്ട് ഒരു സംബന്ധം കൂടിയാലോ അല്ലെങ്കിൽ പ്രേമം വന്നു കഴിഞ്ഞാലോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരെ തെരഞ്ഞു കൊല്ലുന്ന ആൾക്കാർ. അത് കണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് പല ആളുകളും മതം മാറുന്നത്. അതല്ലോ നിനക്കറിയോ? ഹിന്ദു മതത്തിൽ നിന്ന് ആൾക്കാർ മതം മാറുന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് കൊണ്ടാണ്. നീയൊക്കെ ഇങ്ങനെ കൊടി കുത്തി നടക്കുക എന്നല്ലാതെ പാവപ്പെട്ട ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് ഒരു നേരത്തെ ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടാണ്ട് ദളിതന്മാരും താഴ്ന്ന ജാതിപ്പെട്ട ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറഞ്ഞ ആസാമിലും ബീഹാറിലും ഇവിടത്തൊക്കെ റേറ്റ് എടുക്കുക. ഇവിടത്തൊക്കെ പട്ടിണിയുടെ പോവർട്ടിയുടെ റേറ്റ് എടുത്ത് നോക്കടാ. കേരളം വെറും 0.7% മാത്രം പോവർട്ടി ഉള്ള സ്ഥലത്ത് ഈ പറഞ്ഞ നിന്റെ BJP ഭരിക്കുന്ന സകല നാട്ടിലെ പോവർട്ടിയുടെ റേറ്റ് എടുത്ത് നോക്ക്, പേഴ്സൻറ്റേജ് എത്രയും നോക്ക്. തിന്നാനും കുടിക്കാനും കക്കൂസിൽ വരെ പോകും, കക്കൂസ് പോലില്ലാത്ത കണക്കവറുകളുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതോടെ ഒരു നേരത്തെ ഭക്ഷണം കറക്റ്റ് കിട്ടി, ഉടുക്കാനും ഡ്രസ്സ് കിട്ടി, ഒരു ജോലി കിട്ടി, ഒരു ശമ്പളം കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവർ മതം മാറും. അതല്ലാണ്ട് നീയൊക്കെ കാണിക്കുന്ന പോലെ ലവ് ജിഹാദിൻ്റെ പേരിലും അതല്ലെങ്കിൽ വേറെ അതിൻ്റെ പേരിലല്ല മതം മാറുന്നത്. അത് വേറെ. ഹിന്ദുക്കൾ മതം മാറാൻ കാരണം നിന്നെ കൊണ്ടൊന്നൊരു കുണം അവർക്കില്ലാത്തത് കൊണ്ടാണ്. നിന്നെക്കൊണ്ടൊക്കെ 5 പൈസൻ്റെ കുണമില്ലാത്തത് കൊണ്ടാണ്. കഷ്ടപ്പാടും പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ മതം മാറുന്നത്. മതം മാറി പറഞ്ഞ മിഷനറി പ്രവർത്തനത്തിലൂടെ ചെല്ലുന്ന ആളുകൾ അവർക്ക് രോഗങ്ങൾക്കുള്ള ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്, അവർക്ക് സ്കൂള് കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതാണ് മെയിൻ, വിദ്യാഭ്യാസം കൊടുക്കും. ഇതൊക്കെ കിട്ടുമ്പോൾ ബോധം വെക്കും. അതല്ലാണ്ട് ഇപ്പം നമ്മളിന്ന് കണ്ട പോലെ ബജ്രംഗദൾ ജയശ്രീരാം ജാതിയും വിളിച്ചിട്ട് വെറുതെ തെണ്ടിത്തിരി നടക്കുക എന്നല്ലാണ്ട് പട്ടിണിയായിരിക്കും. അവനൊക്കെ ജയ് വിളിക്കുമ്പോൾ പള്ള വായിച്ചിട്ടായിരിക്കും വിളിക്കുന്നത്, അല്ലാണ്ട് വേറെ ഗുണമൊന്നും അവന് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ലോകത്തിൽ വെറും എന്താ പറയുക ഈ വിദ്വേഷവും ഈ പറഞ്ഞ മുസ്ലിമിനോടുള്ള ദേഷ്യവും ക്രിസ്ത്യനുള്ള ദേഷ്യവുമായിട്ട് ജീവിച്ച് മരിക്കുന്നേക്കാളും നല്ലത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല പൈസയും നല്ല ഡ്രസ്സും നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി മതം മാറിപ്പോവും. അപ്പം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മാത്രം മതം മാറുന്നത്, എന്തുകൊണ്ടാണ് ക്രിസ്ത്യനും മുസ്ലിമും മതം മാറാത്തത് എന്നുള്ളതിനുള്ള ഉദാഹരണമാണിത്. പണ്ടേ നിൻ്റെയൊക്കെ തള്ളയുടെ തള്ളയും അല്ല അതിൻ്റെ മേലത്തെ തള്ളകളൊക്കെ എന്താ പറയുക മുല കാണിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അവിടുന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലോട്ട് മിഷനറി പ്രവർത്തനമായിട്ട് ക്രിസ്ത്യാനികളും മറ്റ് മുസ്ലിങ്ങളും ഒരു മതം വന്ന സമയത്തെ ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. ഒരു അമ്പ്രാനും വന്ന് മുട്ടൂല വാതിൽ, ഒരു അമ്പ്രാൻ്റെ മുമ്പിലും തുറന്നിട്ട് കാണിക്കണ്ട, അല്ലെ ഒരു അമ്പ്രാനെ കാണുമ്പോഴും ഒളിച്ച് 12 അടി 24 അടി ദൂരത്തോണ്ട് പോകണ്ട, അല്ലെ ഒരു അമ്പ്രാൻ കയറണ എന്താ പറയുക ഈ അമ്പലത്തിൽ കയറാണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അമ്പ്രാൻ പോണ വഴിത്തിൻ്റെ അപ്പുറത്തോട്ട് മാറി നടക്കണ്ട, അമ്പ്രാൻ കുടിക്കുന്ന വെള്ളം കുടിക്കാതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പണ്ടും ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയിലോട്ടും മുസ്ലിമിലോട്ടും ഹിന്ദുക്കൾ മതം മാറിപ്പോയത്. അത് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ മതം മാറുന്നത്. ഹിന്ദുക്കൾ മതം മാറാനുള്ള റീസൺ അതാണ്. അതല്ലാണ്ട് മുസ്ലിം എന്ന് എല്ലാം എന്താ പറയുക ശിക്ഷിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ല മതം മാറാത്തത്. ഇവിടെ സേഫാണ്, അതുകൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റിയിലും സേഫാണ്. ഒരാൾക്ക് കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ ഈ കൂട്ടക്കാരുണ്ടാവും. നിൻ്റെ കൂട്ടത്തിൽ അതല്ല. നിൻ്റെ കൂട്ടത്തിലൊക്കെ ഒരുത്തൻ കുഴങ്ങിയാൽ പോലും
അതിന് സഹായിക്കണമെങ്കിൽ ഇപ്പം പറഞ്ഞ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വരണം. അല്ല നീയൊന്നും 5 പുറത്തോട്ട് നോക്കില്ല. നീയൊക്കെ അപ്പോഴും താടിക്ക് ജയ്യും വിളിച്ചിട്ട് അവിടെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് ചെറ്റ നടത്താനും പറഞ്ഞ് നടക്കും. അല്ലാണ്ട് ഒരു കുണം നിന്നോടൊന്നും വരുന്നില്ല. ആദ്യം മനസ്സിലാക്കണം. നീയൊക്കെ ഒന്നുമില്ലെങ്കിലും നീയൊക്കെ ഈ പറയണ്ടല്ലോ മതം മാറ്റി ക്രിസ്ത്യാനികളും മതം മാറ്റി. ക്രിസ്ത്യാനികൾ പണ്ടും ഇന്നും ഒക്കെ 2.5%, 2%, 3% ആൾക്കാർ ഈ മതം മാറ്റിയിട്ട് എന്തേ ഇവരുടെ പേഴ്സൻറ്റേജ് ഇന്ത്യയിലാണ്ട് കൂടാത്തത്? 2000 കൊല്ലമായി ഈ ഒരു ക്രിസ്ത്യാനിറ്റി വന്നിട്ട്. ഇന്ത്യയിൽ തന്നെ വന്നിട്ടായി 1500 കൊല്ലത്തിൻ്റെ മേലായി ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വന്നിട്ട്. എന്നിട്ട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ആകെ 2-3% ക്രിസ്ത്യാനികളുള്ളൂ. എന്തേലും മതം മാറി കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയില്ല. ആദ്യം ബേസിക് ആയിട്ടുള്ള കണക്കെടുത്ത് വർത്താനം പറയാം. അതല്ലാണ്ട് വെറുതെ ആളെ തെറ്റിക്കാനുള്ള കൊനിഷ്ഠ വർത്താനങ്ങൾ പറയാണ്ടിരിക്കും പ്ലീസ്. ചാവേണ്ടതല്ലേ? ചാവുമ്പന്തും വെള്ളം വായിലോട്ട് ആരെങ്കിലും ഒഴിച്ച് വന്നിട്ട് വേണ്ടേ ചാവാൻ? ആ ഒരു ചിന്തെങ്കിലും വന്നിട്ട് ജീവിക്ക് മോഹൻദാസാ, സുനിലേ.